എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പാച്ചിലായിരിക്കും. നാളെ തിരുവോണം, അതിൻ്റെ തലേന്ന് ഉത്രാടത്തിൽ എല്ലാവരും പാച്ചിലായിരിക്കും. പല പല കാര്യങ്ങൾക്കായിരിക്കും പാച്ചിൽ. തിരുവോണത്തിന് ഒരുക്കമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒരു വശത്തോട്ടം, മറുവശത്ത് വീടെത്താനായിട്ട് വരുന്ന ആളുകൾ, പ്രവാസികളായിട്ടുള്ള ആളുകൾ, അങ്ങനെ എല്ലാവരും ഈ ദിവസം ഒരു പാച്ചിലായിരിക്കും. ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന സമയം. അപ്പോൾ ഞാനൊരു ചെറിയൊരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നിങ്ങൾ ചാലക്കുടിയിൽ നിന്ന് അങ്കമാലിക്ക് പോകുമ്പോൾ, അങ്കമാലിയിൽ നിന്ന് ചാലക്കുടിക്ക് വരുമ്പോഴും വെരി ബ്ലാക്ക് സ്പോട്ടായിട്ടൊരു സ്ഥലമുണ്ട്. ഏതാണ് ആ സ്ഥലം? പെരുമ്പി. അവിടെ അപകടങ്ങൾ വിഴുങ്ങാനായിട്ട് പെരുമ്പാമ്പിനെ പോലെ പെരുമ്പി ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണം. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പെരുമ്പി ആ വളവുണ്ടല്ലോ, നിങ്ങൾക്കറിയാം, ആ ഫ്ലൈ ഓവറൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് പെരുമ്പിയിലെത്തുമ്പോൾ മഹത്തായ പെരുമ്പി വളവ്, ഒരു ചെറിയൊരു വളവ്. നിരവധിയായിട്ടുള്ള വണ്ടികൾ രണ്ട് ദിശകളിലേക്കും പോകുമ്പോൾ മറയുന്നൊരു സ്ഥലമാണ്. ഒരു ദിശയിൽ മാത്രമല്ല കേട്ടോ, ചാലക്കുടിയിൽ നിന്ന് അങ്കമാലിക്ക് പോകുമ്പോൾ, തെക്കോട്ട് പോകുമ്പോഴും ഇവിടുന്ന് വടക്കോട്ട് പോകുമ്പോഴും നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ കവണം കുത്തി കിടക്കുന്ന സ്ഥിതിയാണ്. ഡിവൈഡർ മേലേക്ക് ഇടിച്ച് കയറാൻ മറിയുക, ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. ഞാനൊരിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നമ്മുടെ KC ഗ്രാനൈറ്റ്സിൻ്റെ ഉടമ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ഏകദേശം 6 മാസം മുന്നേ അവിടെ ഒരു വാഹനം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെയും NHAയുടെ ഒക്കെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി വീഡിയോ ചെയ്തു. എന്താണ് ഇവിടെ ഇങ്ങനെ വാഹനങ്ങൾ മറിയാൻ കാരണം? സ്ഥിരമായിട്ട് ഇവിടെ വാഹനങ്ങൾ മറിയാണ്. അതിനെന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ടിരിക്കുമോ? ഇന്നും ഒരു 9 മണി കഴിഞ്ഞതിന് ശേഷം ഒരു കാറ് മറിഞ്ഞു കിടക്കണം. ഡിവൈഡറിലേക്ക് ഇടിച്ച് കയറി ആ കാറ് അവിടെയുള്ള കാനയിലേക്ക് മറിഞ്ഞു കിടക്കണം. മനസ്സിലായോ? എന്തോ ഭാഗ്യം കൊണ്ട് യാത്രക്കാർക്കൊന്നും സംഭവിച്ചില്ല. അങ്കമാലിയിൽ നിന്ന് ചാലക്കുടിക്ക് പോയായിരുന്നു. ഇത് തന്നെ മറ്റേ ദിശയിൽ നിന്ന് വരുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ മറിഞ്ഞിട്ടുണ്ട്, കാറുകൾ മറിഞ്ഞിട്ടുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ. എന്താണ് ഈ പെരുമ്പിയിൽ മാത്രം ഇതുപോലെ അപകടങ്ങൾ? പെരുമ്പാമ്പിനെ പോലെ യാത്രക്കാരെ വിഴുങ്ങാൻ വേണ്ടി, പെരുമ്പിയിൽ എന്തോ ഒരു പെരുമ്പാമ്പ് അവിടെ ഇങ്ങനെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കേണ്ട അപകടങ്ങൾ. കവണം കുത്തി കിടക്കുക, അങ്ങോട്ട് മറിഞ്ഞ് കിടക്കുക, തല കീഴായിട്ട് കിടക്കുക, കാനലിക്ക് കയറി കിടക്കുക, ഡിവൈഡറിൽ ഇടിച്ച് മറിയുക. ഇതൊരു സ്ഥിരം സംഭവ കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങൾ വരുമ്പോഴും ഈ ചെറങ്ങരയിലുള്ളവരും പെരുമ്പിയിലുള്ളവരും കൊരട്ടി പഞ്ചായത്ത് അധികൃതരും അതുമായി ബന്ധപ്പെട്ടുള്ള ജനവിഭാഗങ്ങളൊക്കെ ഈ ശ്രദ്ധയിൽപ്പെടുത്തുന്ന പരിപാടി കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കണമെന്നുള്ളത് എന്നുള്ളത് ഒരു പിടിപാടും കിട്ടണില്ല. ഇനി വല്ല അദൃശ്യ ശക്തികളൂടെ ഉണ്ടോയെന്ന് അറിയില്ല. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ, സുമതി വളവ് പോലെയൊക്കെ എങ്ങാനും വേറെ ഏതെങ്കിലും അദൃശ്യ ശക്തി വന്ന് മറച്ചിടുന്നതാണോ എന്നറിയില്ല. യാത്രക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടാണെന്ന് അറിയില്ല, സ്ലിപ്പ് ആവണമെന്നാണെന്ന് അറിയില്ല, റോഡിൻ്റെ അലൈൻമെൻറ്റിൽ, ഇത് റോഡ് നിർമ്മിച്ചപ്പോൾ ഉണ്ടായ അലൈൻമെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അറിയില്ല. നിങ്ങൾ ഈ മരണപ്പാച്ചിൽ പോലെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കവണംകുത്തി കിടക്കാം. അവിടെ ഒരു അപകട വളവാണ്. ഞാൻ പറയുന്നത് അവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ എന്തെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വെക്കേണ്ടതാണെന്ന് കൂടി ഒരു നിർദ്ദേശം കൂടി അവസാനമായിട്ട് പറയാണ്. കാരണം വാഹനങ്ങൾ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കും ഒന്നും വലിയ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി അത് ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയില്ല. എന്തോ ഈ റോഡിൻ്റെ അലൈൻമെൻറ്റിൽ എന്തോ പ്രശ്നമുണ്ട്. കാരണം ഇവിടെ മാത്രം രണ്ട് സൈഡുകളിലേക്കും പോകുന്ന വാഹനങ്ങൾ മറിയുന്നു. ഒരു കൊല്ലം എത്ര വാഹനങ്ങൾ അവിടെ മറിയുന്നുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. മഴക്കാലം അല്ലാത്ത സമയത്തും മറിയുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധപ്പെടുത്താണ്. ഏത് അധികാരികളാണ് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അറിയില്ല. വല്ലാത്ത ദുരിതകാലമാണ് യാത്രക്കാർക്ക്. അപ്പോൾ ഓണം ആഘോഷിക്കണം, നമുക്ക് ഇലയുടെ മുന്നിലിരുന്ന് കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കുക, അതാണല്ലോ സന്തോഷം. അംഗഭംഗരായിട്ട് മാറി നമുക്ക് ഇലയിൽ നിന്ന് ചോറ് ഉരുട്ടി കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ പെരുമ്പാമ്പ് പോലെ ഒരു അപകടം ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.